തളിപ്പറമ്പ് ടാഗോർ ഹയർ സെക്കൻഡറിയിൽ കൃഷ്ണ സാരിയാണ് എനിക്കൊപ്പം ഉള്ളത്. നമ്മൾ സംസ്കൃത പദ്യം ചൊല്ലലിന് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം അല്ലേ? സന്തോഷമായില്ലേ? ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ ഒരു ഫസ്റ്റ് എ ഗ്രേഡ് വരുന്നത്? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ തവണ ഇതുപോലെ ജില്ലാ മത്സരം വരെയൊക്കെ എത്തിയായിരുന്നില്ല? ജില്ലാ പദ്യവും അക്ഷരശ്ലോകമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് കിട്ടാൻ ജില്ലയിൽ തന്നെ എല്ലാം ഉണ്ടാവില്ല. ഇപ്രാവശ്യമാണ് ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം തുറന്നിട്ടില്ലേ? അതിന് നമ്മൾ ഹയർ സെക്കൻഡറി വരെ എത്തേണ്ടി വന്നു, പ്ലസ് ടു എത്തേണ്ടി വന്നു. ഓക്കെ, ഈ ഞാൻ പേരിൽ തന്നെ എനിക്കൊരു പ്രത്യേകത തോന്നി. ആ പേരിന് പ്രത്യേകിച്ച് വല്ല അർത്ഥമുണ്ടോ? പേടമാനിൽ അർത്ഥമുണ്ട്, പിന്നെ കൃഷ്ണനിലേക്ക് സരിപ്പിക്കുന്നവൾ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതാണ് കൃഷ്ണസാര. ഇത് സംസ്കൃതമാണ് പേരും. എന്ത് പറ്റി ഇങ്ങനെ ഒരു മൊത്തം ഒരു സംസ്കൃതമായും? അച്ഛൻ സംസ്കൃത മാഷാണ്, അധ്യാപകനാണ്. കുറേ കാലം UP, പിന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ പ്രൊമോഷനായി ഹയർ സെക്കൻഡറി എന്നെയും പഠിപ്പിക്കുന്നുണ്ട്. സംസ്കൃതമാണ് അച്ഛൻ്റെ ഇഷ്ടവിഷയം. അപ്പോൾ വീട്ടിൽ മോൾക്കും സംസ്കൃതമാണോ ഇഷ്ടവിഷയം? അതെ. അത് കഴിഞ്ഞിട്ട് സംസ്കൃതം എടുക്കാൻ തന്നെയുണ്ട് താല്പര്യം. അച്ഛൻ്റെ പാത തന്നെ പിന്തുടരുകയാണ്. വലിയ സന്തോഷം. വേറെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? അമ്മയുണ്ട്, അനിയനുണ്ട്, അമ്മമ്മയുണ്ട്. അച്ഛൻ്റെ അമ്മ. അനിയൻ എന്ത് ചെയ്യുന്നു? അവനിപ്പോൾ UKG. അവനും ഇതുപോലെ ചെറിയ പദ്യമൊക്കെ ചൊല്ലിക്കൊണ്ടുണ്ട്. ഇപ്പോഴേ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന ഒരു യാത്രയുണ്ട്. നമുക്ക് സംസ്ഥാന തലം എന്ന് പറയുന്ന വലിയൊരു കടമ്പയുണ്ട്. അവിടത്തേക്കൊക്കെ കൃത്യമായ പ്രാക്ടീസ് ആവശ്യമുണ്ടാവും. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അതിനൊപ്പം ഇത് കൊണ്ടുപോകാനുള്ള കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ഇതൊന്നും അല്ലാതെ സംസ്കൃത പദ്യചൊല്ലലും അക്ഷരശ്ലോകവും അല്ലാതെ വേറെ എന്തൊക്കെ ഐറ്റമിനാണ് പങ്കെടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുള്ളത് ഇതുവരെ? സബ് ജില്ലയിൽ മംഗലംകളി ഇപ്രാവശ്യം പുതിയത് ഇറങ്ങിയ പിന്നെ അത് നമ്മളാണ് ഫസ്റ്റ് സ്റ്റേജിൽ കയറിയത്. മുംബൈയിൽ സബ് ജില്ലയിൽ കയറി. പക്ഷേ അത് വേറെ ഒരു മംഗലംകളി ആരാ പഠിപ്പിച്ചതപ്പോ? രംഷി പട്ടുവും നാടൻപാട്ട്. അതെ, അതൊരു തനത് കലാരൂപമാണ്. ഗോത്രകല ഏറ്റവും ആദ്യമാണ് നമ്മുടെ കലോത്സവത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ് അല്ലേ? സബ് ജില്ലയിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് കയറിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം അത് ചെയ്തത് നമ്മളാണ്. അത് ചരിത്രത്തിൽ എഴുതപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റി. ഇവിടെ എത്തി ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങി സംസ്കൃത പദ്യം ചൊല്ലില്ല. അപ്പോൾ നമുക്ക് വേണ്ടി രണ്ടുപേരും ഭാരാതിഭകുംഭോദ്ഭവമിവ ദധത സാന്ദ്രസിന്ദൂരരേണും രക്താസിക്താ ഇവ ഉഭൈരുദയഗിരിതടീ ധാതുധാരാദ്രവസ്യ. ഓക്കെ, താങ്ക് യു മോളു. അപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചതിന് ഇനിയും മുന്നോട്ടേക്ക് ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി പോകണം, വിജയിക്കണം. നമ്മൾ സംസാരിച്ചതിനൊക്കെ വലിയ നന്ദി. താങ്ക് യു.